ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ജനുവരി 10 വെള്ളിയാഴ്ച 2025. ഇന്ന് ഒരു കമൻ്റാണെന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഡൗട്ട് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്, നമുക്ക് പ്രൊബേഷൻ പീരീഡിനകത്ത് അദ്ദേഹം ഉണ്ട്, പ്രൊബേഷൻ ടൈമിൽ അദ്ദേഹത്തിന് റിസൈൻ ചെയ്യാൻ കഴിയുമോ, വേറെ ബെറ്റർ ഓഫർ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. പലർക്കും അറിയാത്ത തോന്നുന്നു, അതുകൊണ്ടാണ് ആ ഒരു വിഷയം ഞാൻ എടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പ്ലീസ് റിപ്ലൈ അർജൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിവേ വിഷയത്തിലേക്ക് വരാം. ഈ ഒരു കാര്യം പ്രൊബേഷൻ ടൈമിൽ നമുക്ക് റിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും എന്നുള്ളതാണ് ഉത്തരം. ടെർമിനേഷൻ പറ്റും, അതുപോലെ തന്നെ റിസൈനേഷനും പറ്റും പ്രൊബേഷൻ ടൈമിൽ. പക്ഷേ അതിനകത്തൊരു ചെറിയൊരു കണ്ടീഷൻ ഉള്ളത്, റിസൈൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ പീരീഡ് കൊടുക്കണം. ആർട്ടിക്കിൾ 9 പ്രകാരം UAE ഈ ലോ അനുസരിച്ചിട്ട് നമുക്ക് റിസൈൻ ചെയ്യുന്നതിൻ്റെ 14 ദിവസം മുമ്പെങ്കിലും മിനിമം നമ്മൾ അവരെ നോട്ടിഫൈ ചെയ്തിരിക്കണം. നമ്മൾ റിസൈൻ ചെയ്യാൻ പോവാണ്, 14 ദിവസത്തിന് ശേഷം നമ്മളിവിടുന്ന് പോവാണെന്നുള്ളത്. അത് അല്ലെങ്കിൽ 30 ദിവസത്തേക്ക് പറ്റുകയാണെങ്കിൽ 30 ദിവസത്തേക്കുള്ളത് കൊടുക്കണം. ഇനി ഇതിനകത്ത് രണ്ടിനകത്തും 14 ദിവസത്തേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, UAE കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഉടനെ തന്നെ രാജ്യം വിട്ട് പോകേണ്ടതായിട്ട് വരും. വേറെ ജോലി ട്രൈ ചെയ്യാനും പറ്റില്ല. 30 ദിവസത്തേക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അത് ലീഗലി നമുക്ക് നമ്മുടെ പൊസിഷൻ ക്ലിയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണം എന്നുള്ളതാണ്. ഈ ഒരു ടെർമിനേഷൻ കൊടുക്കുന്നത് നമുക്കൊരു ജോലി കിട്ടാനാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 30 ദിവസത്തേക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇപ്പോഴത്തെ സ്ഥിതിയിൽ പറയാൻ പറ്റാവുന്ന ഒരു ഓപ്ഷൻ. പിന്നെ ഈ ടെർമിനേഷൻ ചെയ്യുന്നതിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കാതെ നമ്മൾ റിസൈനേഷൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഫൈൻ ഉണ്ട് അതിനകത്ത്. ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യം നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ പീരീഡ് എത്രയാണോ നമ്മുടെ കൊടുത്തിട്ടുള്ളത്, പ്രൊബേഷൻ പീരീഡിൻ്റെ അകത്ത് ഈ കോൺട്രാക്റ്റിനകത്ത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അത് എത്രയാണോ നമ്മുടെ പ്രൊബേഷൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ പീരീഡ്, 1 മാസത്തേക്കാണെങ്കിൽ 1 മാസത്തെ സാലറി നമ്മളവിടെ കെട്ടിവെക്കേണ്ടതായിട്ട് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്, നോട്ടിഫിക്കേഷൻ പീരീഡ് ഇല്ലാതെ പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ. ഇനി എംപ്ലോയർക്ക് നമ്മളെ ടെർമിനേറ്റ് ചെയ്യാനും ഇതേ സമയത്ത് പറ്റും. അപ്പോഴും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. 14 ദിവസം മുമ്പെങ്കിലും അദ്ദേഹത്തിന് നമ്മൾ അല്ലെങ്കിൽ ഈ സ്റ്റാഫിനെ നമ്മൾ അറിയിച്ചിരിക്കണം, ഞാൻ നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് പുതുതായിട്ട് ഒരു വർക്ക് പെർമിറ്റ് എടുക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ മറ്റൊരു ക്യാൻസലേഷൻ കാര്യം ടൈമിലൊക്കെ വരുന്ന സമയത്ത് ഇതിന് ഫൈൻ അടച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ പോയ വ്യക്തി നമുക്ക് നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് വിസയുടെ ഫീസ് വേണമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് കൊടുക്കേണ്ടതില്ല. വിസ ഫീസ് അത് ജോലി എടുക്കുന്ന ആളുടെ ബാധ്യതയാണ്, വിസയുടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ അപ്പോൾ പോലും നമ്മൾ നാട്ടിലേക്ക് പോയിട്ട് ഉടനെ തന്നെ തിരിച്ചു വരുന്ന ഒരു 3 മാസത്തിനകത്ത് തിരിച്ച് UAE തന്നെ തിരിച്ചു വരുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ തിരിച്ചു വരുന്ന കമ്പനിയാണ് ഈ ഒരു മുമ്പത്തെ എംപ്ലോയറുടെ ഈ ഒരു ഇതിന് നഷ്ടമായിട്ടുള്ള ഒരു സംഭവം അവർ റീഇംബേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എംപ്ലോയി ഈ ഒരു കാര്യം കൂടെ മനസ്സിൽ വെക്കുക. നമ്മളല്ല വിസയുടെ ഫീസ് കൊടുക്കേണ്ടത്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ അവർ നമ്മുടെ പഴയ കമ്പനിയുടെ ഈ ഒരു ചിലവിനുള്ള പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ 3 മാസത്തിനകത്ത് തിരിച്ചു വരികയാണെങ്കിൽ. അല്ലാത്ത പക്ഷം വേറെ സീനൊന്നും ഇല്ലാതെ നമുക്ക് പോയി വരാം. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാം. വീണ്ടും കാണാം. ബൈ.